ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പറയും. എസ്.ഡി.പി.ഐ പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. എന്നാൽ ഇരട്ടക്കൊലയിൽ ആദ്യം കൊല്ലപ്പെട്ട എസ്.ഡി.പി.ഐ നേതാവ് കെ ഷാൻ വധക്കേസിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് പ്രത്യേക അഭിഭാഷകനെ നിയമിച്ചത്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, വളരെ പ്രമാദമായ കേസാണ്. അതായത് മണിക്കൂറുകൾക്കുള്ളിലാണ് ആലപ്പുഴയിൽ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിൽ ഒരു കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. എപ്പോൾ വിധി പറയും? ഏത് ബെഞ്ചാണ് വിധി പറയുന്നത്? വിവരങ്ങൾ എങ്ങനെ? രശ്മ, ആലപ്പുഴ നഗരത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെയും അതോടൊപ്പം തന്നെ കെ എസ് ഷാന്റെയും. കെ എസ് ഷാനെയാണ് ആദ്യം RSS BJP പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. തൊട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പുലർച്ചയോടുകൂടി തന്നെയാണ് വീട്ടിൽ കയറിയ രഞ്ജിത്ത് ശ്രീനിവാസനെ SDPI പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ 2 കേസുകളും വളരെ വേഗത്തിൽ അന്വേഷിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. 2 കേസുകളിലും ഒരു കേസിൽ, അതായത് കെ എസ് ഷാനെ ആദ്യം വധിച്ച കേസിൽ 13 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ആ കേസ് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് അലംഭാവം കാണിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ കൊലപാതകം നടന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ ആദ്യം 31 പ്രതികളെ ചേർത്തുകൊണ്ടൊരു കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. ഒടുവിൽ 15 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അതിൽ 13 പേർ കൃത്യത്തിൽ നേരിട്ട് ബന്ധപ്പെടുകയും മറ്റ് 2 പേർ ഗൂഢാലോചനയിൽ ബന്ധപ്പെട്ടു എന്നതാണ്. ഈ 31 പേരിൽ പലരും ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നതാണ്. എന്നാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത് ഈ 15 ആളുകളാണ്. ഇവർ ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണ് കഴിയുന്നത്. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ ഒരു അഭിഭാഷകരായിരുന്നു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് ആലപ്പുഴ കോടതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ സെഷൻസിന് മുന്നിൽ ഇത് വിചാരണ നടക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് വിചാരണ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP കോടതിയെ സമീപിച്ചിരുന്നു. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് മാവേലിക്കര സെഷൻസിന് കീഴിലേക്ക് ഇത് മാറ്റിയത്. മാവേലിക്കര സെഷൻസിന് കീഴിലേക്ക് മാറ്റിയതിനു ശേഷം വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിനിടയ്ക്ക് ഒന്നിലധികം തവണ ഹൈക്കോടതി വിചാരണയ്ക്ക് സ്റ്റേ നൽകി തടസ്സപ്പെട്ടിരുന്നെങ്കിലും വളരെ വേഗത്തിൽ അതിസുരക്ഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിചാരണ പൂർത്തിയാക്കുകയും ഈ 15 പ്രതികളും റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വാദം കഴിഞ്ഞ 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതി പൂർത്തിയാക്കി ഇന്ന് വിധി പറയാൻ മാറ്റുന്നു. ഇന്ന് മാവേലിക്കര സെഷൻസ് കോടതിയിലാണ് വിധി പറയുന്നത്. 10 മണിക്ക് ശേഷമാകും വിധി പറയുക എന്നാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി വിധി പറയാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാവേലിക്കര ജില്ലാ സെഷൻസിലാണ് ഈ വിധി പറയുക. ഈ പ്രതികളുള്ളതും കോടതിയിൽ സബ് ജയിലാണ്, മാവേലിക്കര സബ് ജയിലിലാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ സമയത്ത് വലിയ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. കെ എസ് ഷാന്റെ കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ പോലുമുള്ള അലംഭാവം. എന്നാൽ കഴിഞ്ഞയാഴ്ച അതിലും പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ വിചാരണ എപ്പോൾ നടത്താം എന്നത് സംബന്ധിച്ച ഒരു പക്ഷേ ഉള്ള ഒരു വാദം കേൾക്കുന്നതിന് വേണ്ടി ആവണം 2-ാം തീയതി ആലപ്പുഴ ജില്ലാ സെഷൻസ് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധി ഇന്ന് പറയുമ്പോൾ മറുവശത്ത് 2-ാം തീയതി ആലപ്പുഴ സെഷൻസിൽ കെ എസ് ഷാന്റെ കേസ് പരിഗണിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പ്രതികൾ കുറ്റക്കാർ ആരൊക്കെയാകും എന്ന ഒരു കാര്യമാകും ഒരു പക്ഷേ ഇന്ന് കോടതി പ്രഖ്യാപിക്കുക. അവരുടെ ശിക്ഷ എന്താകും എന്ന സംബന്ധിച്ച് അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും പുറത്തു വരിക. ഏതായാലും ആലപ്പുഴയെ ഞെട്ടിച്ച ഈ ഇരട്ട കൊലപാതകത്തിലെ വളരെ സുപ്രധാനമായ കോടതി വിധിയാകും ഇന്നുണ്ടാവുക. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.